കേരള വ്യാപാരി വ്യവസായ സമിതിയുടെ വ്യാപാര സംരക്ഷണ സന്ദേശയാത്രയ്ക്ക് ആലപ്പുഴ ജില്ലയിൽ ഉജ്ജ്വല വരവേൽപ്പ്. സമിതി സംസ്ഥാന സെക്രട്ടറി എസ് ബിജു ക്യാപ്റ്റനായുള്ള ജാഥയാണ് സംസ്ഥാനത്തെ 14 ജില്ലകളിലും പര്യടനം നടത്തുന്നത്. വ്യാപാര സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതിയുടെ വ്യാപാര സംരക്ഷണ സന്ദേശയാത്ര ജില്ലയിൽ പര്യടനം തുടങ്ങി. സംസ്ഥാന സെക്രട്ടറി എസ് ബിജു ക്യാപ്റ്റനായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന ജാഥയെ തണ്ണീർമുക്കം ബണ്ടിൽ നിന്ന് ജില്ലയിലേക്ക് സ്വീകരിച്ചു. GSTയിലെ അപാകതകൾ പരിഹരിക്കുക, കെട്ടിട വാടകയിൽ ചുമത്തിയ 18% നികുതി പിൻവലിക്കുക, വിലക്കയറ്റം തടയുക, ഓൺലൈൻ വ്യാപാര നിയമം മൂലം നിയന്ത്രിക്കുക തുടങ്ങിയ വ്യാപാര മേഖലയെ നേരിട്ട് ബാധിക്കുന്ന 14 വിഷയങ്ങൾ ഉയർത്തിയാണ് ജാഥ പര്യടനം നടത്തുന്നത്. ചേർത്തലയിലും മണ്ണഞ്ചേരിയിലും ആലപ്പുഴയിലും ജാഥയ്ക്ക് സ്വീകരണം നൽകി. അരൂർ, ചേർത്തല ഏരിയ കമ്മിറ്റികൾ ചേർന്നാണ് ചേർത്തലയിൽ സ്വീകരണമൊരുക്കിയത്. സ്വാഗതസംഘം ചെയർമാൻ ടി വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. കൺവീനർ KS സലീം സ്വാഗതം പറഞ്ഞു. മുൻ MP AM ആരിഫ്, നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ, B വിനോദ്, TV ബൈജു, MM ഷെരീഫ്, S ശരത്ത്, ലജി സനൽ, അലക്സാണ്ടർ അബ്ദുസലാം എന്നിവർ പങ്കെടുത്തു. മാരാരിക്കുളം, കഞ്ഞിക്കുഴി ഏരിയ കമ്മിറ്റികൾ ചേർന്നാണ് മണ്ണഞ്ചേരിയിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകിയത്. സ്കൂളിന് സമീപത്തു നിന്നും ബാൻഡ് വാദ്യമേളങ്ങളോടെ സ്വീകരിച്ചു. TV ബൈജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. V വേണു സ്വാഗതം പറഞ്ഞു. നൂറുകണക്കിന് വ്യാപാരികളും വ്യവസായികളും വിവിധ വർഗ വിഭജന സംഘടനകളും ജാഥയ്ക്ക് സ്വീകരണം നൽകി. അത്യപൂർവമായിട്ടുള്ള കാഴ്ച ഞങ്ങൾക്ക് കാണേണ്ടി വന്നു. ഞങ്ങൾ ജാഥ കാസർഗോഡ് നിന്നാണ് ആരംഭിച്ചത്. സമിതിയുടെ പ്രിയപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് സപ്തഭാഷകളുടെ സങ്കരഭൂമിയായിട്ടുള്ള കാസർഗോഡ് നിന്ന് ജനുവരി മാസം 13-ാം തീയതിയാണ് ജാഥ ഉദ്ഘാടനം ചെയ്തത്. ഞങ്ങൾ കാസർഗോഡ് നിന്ന് കോട്ടയത്ത് എത്തുമ്പോൾ, കോട്ടയത്ത് നിന്ന് ആലപ്പുഴ എത്തുമ്പോൾ ഞങ്ങളെല്ലാം നേരത്തെ തീരുമാനിച്ചിരുന്നു, ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചിരുന്നു, ഓരോ സ്വീകരണ കേന്ദ്രത്തിലും ഞങ്ങൾ വരും. ആ സ്വീകരണ കേന്ദ്രത്തിലെ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ കുറച്ച് മാലയൊക്കെ ഇടും, കുറച്ച് ഷാളമൊക്കെ ഇട്ട് ഞങ്ങളെ സ്വീകരിക്കും, അടുത്ത കേന്ദ്രത്തിലേക്ക് പോകാം എന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്. അങ്ങനെയാണ് കാസർഗോഡ് നിന്ന് ജാഥ ആരംഭിച്ചത്. എന്നാൽ കാസർഗോഡ് നിന്ന് ഉദുമയിലെത്തുമ്പോൾ, ഉദുമയിൽ നിന്ന് കാഞ്ഞങ്ങാട് എത്തുമ്പോൾ, കാഞ്ഞങ്ങാട് നിന്ന് നീലേശ്വരവും പിന്നെ ചെറുവത്തൂരും കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരും തളിപ്പറമ്പിലും എല്ലാം എത്തുമ്പോൾ ഈ ജാഥയ്ക്ക് അഭൂതപൂർവമായിട്ടുള്ള ബഹുജന പങ്കാളിത്തോടു കൂടിയിട്ടുള്ള സ്വീകരണമാണ് ഇരിക്കുന്നത്. വ്യാപാരികൾ മാത്രമല്ല, ഞങ്ങളുടെ ജാഥയെ സ്വീകരിക്കാൻ ആ പ്രദേശത്തെ ചുമട്ടുതൊഴിലാളികൾ വന്നു, ആ പ്രദേശത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ വന്നു, കൃഷിക്കാർ വന്നു, കർഷക തൊഴിലാളികൾ വന്നു, പ്രവാസികളുടെ സംഘടനാ പ്രതിനിധികൾ ഞങ്ങളുടെ ജാഥയെ സ്വീകരിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ എത്തുമ്പോൾ വിവിധ വ്യാപാര പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ആളുകളുമായി ഞങ്ങൾക്ക് സംവദിക്കേണ്ടി വന്നു. ഒട്ടേറെ നിവേദനങ്ങൾ ഈ ജാഥയ്ക്ക് ലഭിച്ചു. ഇത് കേരളത്തിലെ വ്യാപാര സംഘടനകളെ സംബന്ധിച്ച്, വ്യാപാരി വ്യവസായ സമിതി മാത്രമല്ല, കേരളത്തിലെ വ്യാപാര സംഘടനകളെ സംബന്ധിച്ച ഒരു പുതിയ അനുഭവമാണ്. ആ പുതിയ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്വം കൈവന്നിരിക്കുന്നു എന്ന പൊതുബോധം ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഈ സംഘടനയുടെ സ്വീകാര്യത മെച്ചപ്പെട്ടിരിക്കുന്നു.